തൃശൂർ പുത്തൂരിലെ നെൽകർഷകർ കടക്കെണിയിലേക്ക് 20ഓളം കർഷകരാണ് 8 ഏക്കറോളം വരുന്ന നെൽവയലുകൾ തരിച്ചിടാൻ അനുമതി തേടുന്നത്. സപ്ലൈകോ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിന് പണം നൽകാത്തതും നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകാത്തതും പ്രതിസന്ധിയായി. സപ്ലൈകോ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിന് പണം നൽകാത്തതും സപ്ലൈകോയും ബാങ്കുകളും തമ്മിലുള്ള ധാരണാപത്രത്തിൽ കർഷകരെ കടക്കാരാക്കുന്ന വിധമുള്ള നിബന്ധനകൾ ഉണ്ടെന്നും കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് നെൽവയൽ തരിച്ചിടാനായുള്ള അനുമതി തേടുന്നത്. 20ഓളം കർഷകരാണ് ഇതിനായി അപേക്ഷകൾ നൽകിയത്. 2023 സപ്ലൈകോ ശേഖരിച്ച നെല്ലിന്റെ വില നൽകുന്നതിനായി ബാങ്കുകളുമായി നടത്തിയ ധാരണാപത്രത്തിലാണ് കർഷകർക്ക് കടബാധ്യത വരുത്തുന്ന തരത്തിലുള്ള നിബന്ധനകൾ ഉള്ളതെന്നും സപ്ലൈകോ പണം നൽകിയില്ലെങ്കിൽ കർഷകൻ ലോൺ അടയ്ക്കേണ്ട അവസ്ഥയാണെന്നും ഇത് കർഷകർക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും ബിജിപാലൻ പറഞ്ഞു. നമ്മൾ നെൽകൃഷി ചെയ്തിട്ട് നെല്ല് കൊടുത്തിട്ട് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നമ്മളടുത്ത് കടം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. സപ്ലൈകോ ആവശ്യപ്പെടുന്നത് ലോൺ എടുക്കാനാണ്. ലോൺ എടുക്കണമെങ്കിൽ അത് കർഷകർക്ക് തന്നെയാണ് ബാധ്യത. കർഷകൻ ആ ലോൺ തിരിച്ചടയ്ക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതുകൊണ്ട് സംഘത്തിലെ ഭൂരിപക്ഷം കർഷകരും ലോൺ എടുത്തിട്ടില്ല. അത്യാവശ്യക്കാരെടുത്തിട്ടുണ്ട്. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവരെടുക്കുന്നത്. അത് ആത്മഹത്യ ചെയ്യണതിന് തുല്യമെന്നറിയാം, എങ്കിലും അത് എടുക്കുകയാണ്. എല്ലാ ഫോമുകളിലും കർഷകർക്കാണ് ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ സപ്ലൈകോയുടെ PRS ലോൺ വഴി പൈസ കിട്ടുള്ളൂ. വന്യമൃഗശല്യം ഏറെയുള്ള പ്രദേശമാണിത്. പ്രകൃതി ദുരന്തങ്ങൾ വഴിയും കൃഷി വ്യാപകമായി നശിക്കുകയാണെന്നും ഇത്തരത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് വർഷങ്ങളായി നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും നിലവിൽ കൃഷി ചെയ്യുന്ന വിത്തിന് പകരം പൊന്മണി ഇനത്തിൽപ്പെട്ട വിത്ത് ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നില്ലെന്നും കർഷകർ പറഞ്ഞു. നഷ്ടപരിഹാരങ്ങൾ പന്നി ആക്രമണം മൂലം ഉണ്ടാവുന്ന നഷ്ടപരിഹാരം അല്ലെങ്കിൽ കാറ്റ് വന്നിട്ടുണ്ടാവുന്ന നഷ്ടപരിഹാരം ഒന്നും സമയത്ത് കിട്ടണില്ല. വർഷങ്ങൾ കഴിഞ്ഞു, 1 വർഷത്തിന് മുകളിലായിട്ടും ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റിവെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന വിത്തുകൾ പലതും അവരുടെ അടുത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിയാനായിട്ട് തീരുമാനിക്കുന്നത്. നമുക്ക് വിഷമമുണ്ട് ഇങ്ങനെ തീരുമാനം എടുക്കണേൽ, പക്ഷെ വേറെ മാർഗ്ഗമില്ല. നമ്മൾ കടക്കണിയിലായിട്ട് നെൽകൃഷി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല. സർക്കാരിന് സപ്പോർട്ടില്ല, ആരുമില്ല. ഇതിന് പരിഹാരമായി സപ്ലൈകോ ശേഖരിക്കുന്ന നെല്ലിന്റെ പണം നേരിട്ട് നൽകണമെന്നും ബാങ്കിൽ നിന്ന് വായ്പയായി തരാമെന്ന വ്യവസ്ഥ മാറ്റണമെന്നും കൃഷിയുടെ നഷ്ടപരിഹാര തുക കടം പറയാതെ തന്നു തീർക്കണമെന്നും ആവശ്യപ്പെടുന്ന നെൽവിത്തുകൾ ലഭ്യമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കേരള കലാമണ്ഡലം ക്യാന്റീനിൽ ഇനി മുതൽ മാംസാഹാരവും വിളമ്പും. കലാമണ്ഡലം നിലവിൽ വന്ന 94 വർഷത്തിന് ശേഷമാണ് ചരിത്രപരമായ